ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ പോകുന്നൊരു സ്ഥലത്തോട്ടാണ്. ആദ്യം അൻഷിയെ പിക്ക് ചെയ്ത് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഒന്ന് ഫ്രഷായി. ഞങ്ങൾ നേരെ വിട്ടത് ലുലുവിലാണ്. ലുലുവിലെത്തിയത് എന്തിനാ? KFC കഴിക്കാൻ. ഇന്നാണ് അവിടുത്തെ ഡബിൾ ഡീൽ. അവിടെ എന്തോ ഫാഷൻ വീക്ക് നടക്കുമായിരുന്നേ. അതൊക്കെ ശ്രദ്ധിക്കാൻ ആർക്കാ സമയം? ഞങ്ങളുടെ കൂടെ വന്നവരെയൊക്കെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് KFCയിലോട്ടാണ് ഡബിൾ ഡീൽ ബുക്ക് ചെയ്യാൻ. നല്ല തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നേ. 1.5 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആ ഒരു ഡീല് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. എക്സാജറേറ്റ് ചെയ്യല്ല, ഇത്രയും തിരക്കുണ്ടായിരുന്നു കേട്ടോ. പറയൂ, എന്തിനാണ് വന്നത്? കയ്യിൽ വണ്ടിയുണ്ട്, അതാണ്. അങ്ങനെ ബുക്ക് ചെയ്യാൻ പോയവരുമാരെ കുത്തിയും കിരിയും ലാസ്റ്റ് നമ്മൾ ബുക്ക് ചെയ്തോ. നേരെ പിന്നെ പോയത് ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ്. കുറച്ചുകൂടെ സാധനം വാങ്ങണം. ഞങ്ങൾ വയറ് വലുതാണ്, ഒരു അറബിക്കടലാണ്. അങ്ങനെ ലുലുമോളിൽ ചെന്നപ്പോൾ മറ്റേ ബിന്ദു പണിക്കാരുടെ അവസ്ഥ, എന്ത് മേടിക്കും. എക്സോട്ടിക് ഫ്രൂട്ട്സ് എവിടെയാണ് ചേച്ചി? എക്സോട്ടിക് ചേച്ചി അത് അവിടെയാണ്. ആദ്യം തന്നെ മറ്റേ ട്രോളി എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഫുൾ കോൺഫിഡൻസ് കാണിച്ചാൽ പറഞ്ഞു, ഇല്ല ചേച്ചി നമുക്ക് കൈകൊണ്ട് തന്നെ കൊണ്ടുവരാം, എന്തിനാ അതൊക്കെ തള്ളി സമയം കളയുന്നതെന്ന്. ലാസ്റ്റ് ഐറ്റത്തിൻ്റെ അളവങ്ങ് കൂടിപ്പോയി കേട്ടോ. നമ്മൾ സാലഡ് എടുക്കുന്നു, ഡിപ്പ് എടുക്കുന്നു, കാണുന്നതൊക്കെ വേണം. ഇത് എടുക്കുന്ന ഇതിൽ നമ്മൾ കഴിക്കുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കഴിക്കും കേട്ടോ. ഞങ്ങളുടെയൊക്കെ വേറെ അത്യാവശ്യം വേറെ നന്ദി. ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടാണ് പോയി ബില്ല് ചെയ്തത്. ഇത്രയും ഐറ്റം ബില്ല് ചെയ്യാൻ ഞങ്ങളൊരു 5 പേര് അവിടെ നിന്ന് കേട്ടോ. അതിനിടയ്ക്ക് എന്നെ ഇടയ്ക്കിടയ്ക്ക് വഴിതെറ്റി പോകുന്നുണ്ട് ഞാൻ. അങ്ങനെ ആ വഴിതെറ്റല്ല ഞാൻ ഉദ്ദേശിച്ച ലുലുമോളിൽ കിടന്ന് ഞാൻ വഴിതെറ്റി പോയായിരുന്നു കേട്ടോ. പിന്നെ ബില്ല് കൊടുക്കാനാടി ഷേടാ, ബില്ല് ആരെങ്കിലും കൊടുക്കാൻ പോരെ, അതുകൊണ്ട് ഞാൻ മാറി നിന്ന് കേട്ടോ. പിന്നെ ഞാനും കല്ലും കൂടെ ഒരു ഓട്ടമായിരുന്നു സൈഡ് ടേബിൾ കിട്ടാൻ വേണ്ടി. അങ്ങനെ നമുക്ക് ടേബിൾ കിട്ടി. പിന്നെ അവർക്ക് വേണ്ടി കാത്തിരിപ്പായി. അതാ വരുന്നു KFCയും കൊണ്ട്. എനിക്ക് തോന്നി ഈ ടേബിളിൽ നിറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ ആദ്യം കണ്ട് നമ്മളിത് എങ്ങനെ തിന്ന് തീർക്കും എന്നൊക്കെ തോന്നിയായിരുന്നു. അത് വെറും ആഡംബരം മാത്രമായിരുന്നു. നിമിഷ നേരം കൊണ്ട് അത് കാലിയായി കേട്ടോ. കാലിയായെന്ന് വെച്ചാൽ എല്ലും പല്ലും മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഏര വിഴുങ്ങിയ പെരുമ്പാമ്പുകളെ പോലെ ഇരിക്കുന്നത് ഞങ്ങളെയാണ് കേട്ടോ. കാരണം ഞങ്ങൾ കഴുത്തറ്റം വരെ കഴിച്ചടാ. അത് കഴിഞ്ഞ് നേരെ റെസ്റ്റ് റൂമിൽ പോയപ്പോൾ അവിടെ നിറയെ കണ്ണാടി കണ്ട ഞങ്ങൾ ഗേൾസ്. പിന്നെ ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ ആധിപത്യമാണ്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. പിന്നെ ഞങ്ങൾ പതുക്കെ ഞങ്ങളുടെ മുഖം കണ്ടറിഞ്ഞിട്ട് തിന്ന് ക്ഷീണിച്ചാണേ. അതിൻ്റെ ഇത് മാറ്റാൻ വേണ്ടി ഞങ്ങൾ ബ്രിഡ്ജ് കയറി താഴെ ഇറങ്ങുക എന്നുള്ളൊരു പ്ലാൻ ഇട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഓട്ടോ വേണമായിരുന്നു. ഇവിടെ നിന്ന് ഓട്ടോ കിട്ടാൻ കുറച്ച് പാടാണോ എന്ന് ചോദിച്ചാൽ അതെ പാടാണേ. പിന്നെ ഓട്ടോയൊക്കെ ബുക്ക് ചെയ്ത് പതുക്കെ വീട്ടിൽ പോയി. കിട്ടിയ ഓട്ടോ നല്ല വൈബ് ഓട്ടോ ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.